കേരള PSC മാത്സ് ഭാഗത്തിലെ കൃത്യംഗങ്ങൾ, വർഗം, വർഗമൂലം എന്നീ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസും അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം. x⁻m × x⁻n എന്നതിനെ നമുക്ക് x⁻m + n എന്ന് എഴുതാം. അതായത് ഇവിടെ ബേസ് എക്സ് എന്നാണ്, പവറിനാണ് വ്യത്യാസം. ഒന്ന് എമ്മും ഒന്ന് എന്നും ആണ്. അപ്പോൾ x⁻m × x⁻n നമുക്ക് എങ്ങനെ എഴുതാം? പവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. x⁻m + n എന്ന് എഴുതാം. അതായത് x⁻4 × x⁻3 ഈക്വൽസ് x⁻4 + 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് x⁻7. ഇവിടെ പവർ 4ഉം 3ഉം ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ പവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 4 + 3 7 വരും. ആൻസർ x⁻7. അങ്ങനെയെങ്കിൽ x⁻m ഡിവൈഡഡ് ബൈ x⁻n എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ ഡിവിഷനാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x⁻m - n എന്ന് എഴുതാം. അതായത് പവർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. m - n. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. a⁻7 ഡിവൈഡഡ് ബൈ a⁻2 അതായത് a² ഈക്വൽസ് എന്ത് ചെയ്യാം? പവർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ a⁻7 - 2 എന്ന് വരും. ദാറ്റ് ഈസ് a⁻5 ആയിരിക്കും ആൻസർ. അങ്ങനെയെങ്കിൽ x⁻m n എന്ന് വന്നു കഴിഞ്ഞാൽ x⁻mn എന്ന് എഴുതാം. അതായത് പവറിന് വീണ്ടും ഒരു പവർ. അപ്പോൾ x⁻m ആയിരുന്നു. അപ്പോൾ അതിന് വീണ്ടും ഒരു പവർ വന്നേക്കുവാണ് n. അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി? ആ രണ്ട് പവറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. x⁻m × n അല്ലെങ്കിൽ x⁻mn എന്ന് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്. 2⁻3 4 എന്ന് വരികയാണ്. അതായത് 2³ 4 എന്ന് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2⁻4 × 3 വരും. അപ്പോൾ ആൻസർ എത്ര വരും? 2⁻12 ആയിരിക്കും ആൻസർ. ഇനി √x നമുക്ക് മറ്റൊരു രീതിയിലേക്ക് എഴുതാം. √x എന്നാൽ x⁻1/2 എന്നാണ്. അതായത് ഇപ്പോൾ 100⁻1/2 എന്ന് ചോദിച്ചാൽ √100 എന്നാണ് മീനിങ്. അപ്പോൾ √100 എന്നാൽ എന്താണ്? 10 ആണ്. അതായത് 10ൻ്റെ സ്ക്വയർ അല്ലേ 100. അപ്പോൾ √100 എന്നാൽ 10 എന്നാണ് വാല്യൂ. എങ്കിൽ √x⁻m എന്ന് എഴുതിയിരിക്കുകയാണ്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ പറഞ്ഞു √x നമുക്ക് x⁻1/2 എന്ന് എഴുതാം. എങ്കിൽ √x⁻m x⁻1/2 എന്ന് കൊടുക്കാം. ഇനി പവറിന് പവർ തമ്മിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 1/2ഉം എമ്മും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? m/2 എന്ന് വരും. അതായത് √x⁻m നമുക്ക് x⁻m/2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, √x⁻6 എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? √x⁻6 x⁻1/2 എന്ന് എഴുതാം. അപ്പോൾ 1/2ഉം 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് വരും? 6/2 എന്ന് വരും. അതായത് x⁻6/2. അപ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും? x³ ആണ് ആൻസർ. 1/x⁻n നമുക്ക് x⁻n എന്ന് എഴുതാം. അതായത് നമുക്ക് നോക്കിക്കേ, x⁻n എന്നാണ് തന്നിരിക്കുന്നത്. ഒരു വാല്യൂ ഉണ്ട്. അതിൻ്റെ 1/x⁻n എന്ന് എഴുതിയാൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? പവർ മൈനസ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പവർ എന്തായി? -n എന്നായി. അപ്പോൾ 1/x⁻n ഈക്വൽസ് x⁻n എന്നായി. അതായത് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1/3² എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 3². അപ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ 3⁻2 എന്നാകും. അപ്പോൾ 1/3² ഈക്വൽസ് 3⁻2 എന്ന് എഴുതാം. എങ്കിൽ ഇത് തന്നെ തിരിച്ച് ചോദിക്കാം. 1/x⁻n എങ്ങനെ മാറ്റി എഴുതാം? അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലാണ് x⁻n കിടക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിലേക്ക് എഴുതുവാണെങ്കിൽ ആ മൈനസ് അങ്ങ് മാറും പവറിലെ. അപ്പോൾ എന്താവും? x⁻n എന്നാകും. അതായത് 1/2⁻3 എന്താവും? 2⁻3 ആകും. അപ്പോൾ 2⁻3ക്ക് വാല്യൂ ഉണ്ട്, അത് 8. xy⁻n നമുക്ക് എങ്ങനെ എഴുതാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x⁻n × y⁻n എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു
ഒറ്റ ടേം ആയിട്ട് കൊടുത്തിരിക്കുകയാണ്, അതിന് മൊത്തത്തിൽ പവർ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഓരോ ടേമിനും പവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറയുന്നത്. അതായത് 3x ദ ഹോൾ സ്ക്വയർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9x². അപ്പോൾ ആൻസർ എത്രയാണ്? 9x² എന്ന് എഴുതാം. ഇനി x⁻n വർഗ്ഗമൂലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. x⁻n വർഗ്ഗമൂലം എന്നാൽ √x⁻n എന്നാണ്. അപ്പോൾ √x⁻n നമുക്ക് എങ്ങനെ എഴുതാം? x⁻n ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു √x എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? x⁻1/2 എന്ന് എഴുതാം. അപ്പോൾ √x⁻n എങ്ങനെ എഴുതാം? x⁻n ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? ഇനി 2 പവർ അല്ലേ അങ്ങനെ വന്നിരിക്കുന്നത്, പവറിന് വീണ്ടും ഒരു പവർ വന്നേക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം? പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ n × 1/2 എന്ന് പറഞ്ഞാൽ n/2 വരും. അതായത് x⁻n/2 എന്ന് വരും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? x⁻n വർഗ്ഗമൂലം എന്താണെന്ന് ചോദിച്ചാൽ x⁻n/2 ആയിരിക്കും. അപ്പോൾ പവറിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ? ഇനി x⁻n ദ ഹോൾ സ്ക്വയർ ആണ് ചോദിച്ചതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ n ഉം 2 കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ എന്ത് വരും? 2n എന്ന് വരും. ആൻസർ x⁻2n വരും. അപ്പോൾ x⁻n വർഗ്ഗമൂലം അത് മറക്കരുത്, എന്ത് ചെയ്യണം? x⁻n/2 എന്നായിരിക്കും. ഇനി 2n ഇരട്ടി എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് അല്ലേ? അപ്പോൾ 2n × 2 എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2n × 2 എന്ന് പറഞ്ഞാൽ ആ 2വിന് പവർ 1 ആണ്. അതായത് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2⁻1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 2n × 2⁻1 എന്നാണ് മീനിങ്. അപ്പോൾ പവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2n+1 എന്ന് വരും. അതായത് 2n ഇരട്ടി എന്താണ്? 2n+1 ആയിരിക്കും. എങ്കിൽ 2n പകുതി എന്തായിരിക്കും? പകുതി എന്ന് പറഞ്ഞാൽ /2 അല്ലേ ചെയ്യേണ്ടത്? അതായത് 2n / 2. അപ്പോൾ 2n / 2⁻1 എന്നാകത്തില്ലേ? 2 എന്ന് വെറുതെ കിടന്നാൽ അതിൻ്റെ പവർ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 2n / 2⁻1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസ് 2 സെയിം ആണെന്നാൽ 2 ആണ്. അപ്പോൾ പവർ എന്തൊക്കെയാണ്? ഒന്ന് n ആണ്, ഒന്ന് 1 ആണ്. ഡിവൈഡ് ചെയ്തേക്കുന്ന ആയതുകൊണ്ട് പവർ തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ 2n−1 ആയിരിക്കും ആൻസർ. അപ്പോൾ മറന്നു പോകരുത്, 2n ഇരട്ടി എന്താണ്? 2n+1. 2n പകുതി എന്താണ്? 2n−1. എങ്കിൽ 2n വർഗ്ഗമൂലം എന്തായിരിക്കും? അപ്പോൾ ഈ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കുക എന്നാണ് അല്ലേ? അപ്പോൾ √2n നമുക്ക് എങ്ങനെ എഴുതാം? 2n ദ ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ n 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2n/2 എന്ന് വരും. അതായത് 2n വർഗ്ഗമൂലം എന്നാൽ 2n/2. എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 7⁻27 എത്ര മടങ്ങാണ് 7⁻28? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബേസ് സെയിം ആണ്, 7 എന്നാണ് വന്നിരിക്കുന്നത്. പവർ ഒന്ന് 27, ഒന്ന് 28. അപ്പോൾ ഈ 7⁻27 എത്ര മടങ്ങാണ്, അല്ലെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 7⁻28 കിട്ടും? അതായത് 7⁻28 നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൂടെ? 7⁻27 × 7⁻1 എന്ന് എഴുതിക്കൂടെ? ബേസ് സെയിം ആയതുകൊണ്ട് പവർ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? 27+1 അല്ലേ 28 വരുന്നത്. അതായത് 7⁻27 കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്താൽ 7⁻28 കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? 7 ആണ് ആൻസർ. ഇനി അടുത്ത ഇങ്ങനെ ചോദിക്കുവാണ്, 7⁻27 എത്ര മടങ്ങാണ് 7⁻26 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പവറിൽ ഒരു വാല്യൂ കുറഞ്ഞതാണ്. നേരത്തെ 27 28 ആയി, ഇപ്പോൾ 27 26 ആയി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 7⁻26 കൂടെ 1 കൂട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ 7⁻26 × 7⁻1 ചെയ്യുമ്പോഴാണ് 7⁻27. എങ്കിൽ 7⁻27 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കുമല്ലോ 7⁻26 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ 7 നമുക്ക് എന്തെന്ന് എഴുതാം? 1/7 എന്ന് എഴുതിക്കൂടെ? അതായത് 7⁻27 1/7 മടങ്ങാണ് 7⁻26. അടുത്തത് 2⁻40 വർഗ്ഗമൂലം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 2n വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ 2n/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് ചെയ്താൽ മതി? ആ പവറിൻ്റെ പകുതി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പവർ എത്ര തന്നിരിക്കുന്നത്? 2⁻40 എന്നാണ്. അപ്പോൾ പവർ 40. അപ്പോൾ ഈ 40യുടെ പകുതി എടുക്കുമ്പോൾ എത്ര വരും? 20. അപ്പോൾ ആൻസർ എത്ര ആയിരിക്കും?
2/20 ആയിരിക്കും ആൻസർ. എങ്കിൽ 6/36 വർഗ്ഗമൂലം എത്ര ആയിരിക്കും? ആ പവർ എത്ര ഇവിടെ? 36 ഹാഫ് എടുത്താൽ പോരെ? അപ്പോൾ എത്ര വരും? 18. അതായത് 6/18 ആയിരിക്കും ആൻസർ. അങ്ങനെയാണെങ്കിൽ 4/20 പകുതി എത്ര? പകുതിയാണേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? /2 എന്നല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ 4/20 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനോ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് ബേസ് സെയിം ആക്കാനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 4/20 കിടപ്പുണ്ട്, പിന്നെ താഴെയോ 2 എന്നാണ്, അതായത് 2/1 എന്നാണ്. അപ്പോൾ ബേസ് ഏറ്റവും ചെറുതിലേക്ക് മാറ്റണം, ബേസ് 2 മാറ്റാൻ നോക്കാം. അതായത് 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 2² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഇനി 2² എങ്ങനെ എഴുതാം? പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2/40 എന്ന് എഴുതാം. ദെയർഫോർ 2/40/2 എന്ന് വരും. അപ്പോൾ ഇനി എന്താ? ബേസ് 2 സെയിം ആയി ഡിവൈഡ് ചെയ്തേക്കുവാണെങ്കിൽ പവർ തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ 40 - 1 വരും. ആൻസർ 2/39 ആയിരിക്കും ആൻസർ. എങ്കിൽ 8/10 ഇരട്ടി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ 8/10 ഇരട്ടി എന്ന് ചോദിച്ചാൽ, ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമല്ലേ? അപ്പോൾ 2 × 8/10 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമ്മൾ ബേസ് സെയിം ആക്കാൻ നോക്കുക, 2 ആക്കാൻ നോക്കുക. അപ്പോൾ ഈ 8നെ എങ്ങനെ 2 ആക്കാം? അതായത് 2³ ആണ് 8. അപ്പോൾ 8നെ 2³ എന്ന് എഴുതിയാൽ 2³ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എന്ത് വരും? ആ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/3 × 10 എത്ര വരും? 30 വരും. 2/30 വരും. ഇനി ഇതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × അപ്പോൾ 2 × 2/30 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ബേസ് സെയിം ആണ്, പവർ തമ്മിൽ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ എത്ര വരും? 2/31. എങ്കിൽ √3n 729 ആയാൽ എന്നിൻ്റെ വില എത്ര? ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, √3n 729 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിൻ്റെ വിലയാണ് കാണേണ്ടത്. നമുക്കിങ്ങനെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ബേസ് സെയിം ആണോ എന്ന് നോക്കണം. നമുക്ക് ബേസ് പവറായിട്ടൊക്കെ എഴുതണമെങ്കിൽ ബേസ് സെയിം ആക്കണം. അപ്പോൾ ഈ 729നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കുകയാണ്. അപ്പോൾ 729നെ ഫാക്ടേഴ്സ് ആക്കുന്നതാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കൊണ്ട് കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്ത് എഴുതിയേക്കുവാണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 6 വരും, 3/6 എന്ന് വരും. അപ്പോൾ 729 എങ്ങനെ എഴുതാം? 3/6 എന്ന് എഴുതാം. അപ്പോൾ ഇനി ഇക്വേറ്റ് ചെയ്യാം. അതായത് √3n 729 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ √3n എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 3n² എന്ന് എഴുതാം. 729നെ 3/6 എന്നും എഴുതാം. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ 3n പിന്നെ √1/2 അല്ലേ കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? n × 1/2 എന്ന് പറഞ്ഞാൽ 3n/2 ആകും. അപ്പോൾ 3n/2 = 3/6 എന്നാവും. ബേസ് സെയിം ആണെങ്കിൽ പവർ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം ബേസ് സെയിം ആണ്, ആ വാല്യൂസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പവർ എന്തായിരിക്കാം? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. 3n/2 = 3/6 ആണെങ്കിൽ n/2 = 6 എന്ന് എഴുതാം. അപ്പോൾ ബേസ് സെയിം ആണെങ്കിൽ പവറിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ത് വരും? 6 × 2 എന്ന് വരും. 2 ലെഫ്റ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 × 2 ആൻസർ എത്ര വരും? 12 ആയിരിക്കും എന്നിൻ്റെ വാല്യൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, 0.0225 വർഗ്ഗമൂലം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെസിമൽ ആണ് അല്ലേ, ഒരു ഡെസിമൽ നമ്പറിൻ്റെ വർഗ്ഗമൂലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് 0.0225, അതായത് 4 പ്ലേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 പ്ലേസ് ഉള്ള ഒരു നമ്പറിൻ്റെ, ഒരു ഡെസിമൽ നമ്പറിൻ്റെ വർഗ്ഗമൂലം എടുക്കുമ്പോൾ 2 പ്ലേസ്, ഡെസിമൽ കഴിഞ്ഞിട്ട് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസേ കാണത്തുള്ളൂ. അതായത് പകുതി ആവുകയാണ്. ഇപ്പോൾ 6 പ്ലേസ് ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പകുതി എത്ര വരും? 3 പ്ലേസ് ആവും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4 പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ 2 പ്ലേസിനായിരിക്കും എഴുതേണ്ടത്. ഇനി ആ നമ്പർ എത്രയാണ്? 225 ആണ്. ഈ 225ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര ആണെന്ന് നമുക്കറിയാം. അതാൻ്റെ ആൻസർ എത്ര? √225 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ നമ്മൾ 15 ആണോ ആൻസർ എഴുതേണ്ടത്? അല്ല, 225ൻ്റെ സ്ക്വയർ റൂട്ടാണ് 15. അപ്പോൾ 0.0225ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര എന്ന് എഴുതണം? 4 ഡെസിമൽ ഉണ്ടായത് കൊണ്ട് 2 ഡെസിമൽ ആൻസർ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? 0.15 എന്നായിരിക്കും ആൻസർ എഴുതേണ്ടത്. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്,
1.69 ഇൻറ്റു റൂട്ട് ഓഫ് 0.01 ഇൻറ്റു റൂട്ട് ഓഫ് 0.04ൻ്റെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യാം. റൂട്ട് ഓഫ് 1.69 എന്നാൽ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട എന്താണ്, ഇവിടെ എത്ര ഡെസിമലുണ്ട്, 2 ഡെസിമലിനാണ്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ആ 2 അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 1, ഒരു ഡെസിമലിനായിരിക്കണം ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നമ്പർ എത്രയാണ്, 169 ആണ് നമ്പർ. അപ്പോൾ റൂട്ട് ഓഫ് 169 എത്രയാണെന്ന് നമുക്കറിയാം. അതെന്താണ്, 13 ആണ്. 13ൻ്റെ സ്ക്വയർ ആണ് 169. അപ്പോൾ ആൻസർ 13 പക്ഷേ നമ്മൾക്ക് ഇവിടെ ഡെസിമൽ എഴുതണ്ടേ. അപ്പോൾ 2 ഡെസിമലിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ഒരു ഡെസിമലിന്, അപ്പോൾ 1.3 എന്നാണ് എഴുതേണ്ടത്. ഇനി അടുത്ത നമ്പരോ റൂട്ട് ഓഫ് 0.01. അപ്പോൾ ഇവിടെ 2 ഡെസിമലിനാണ് ആൻസർ എഴുതുമ്പോൾ ഒരു ഡെസിമലിന്, പക്ഷേ അവിടുത്തെ നമ്പർ ഏതാണ്, 1 ആണ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 തന്നെയാണ്. അപ്പോൾ 2 ഡെസിമലിന് ചോദിച്ചുകൊണ്ട് ഒരു ഡെസിമലിന് എഴുതണം. അപ്പോൾ എന്ത് വരും, 0.1 എന്ന് ആൻസർ എഴുതാം. ഇനി അടുത്തയോ റൂട്ട് ഓഫ് 0.04. അപ്പോൾ റൂട്ട് ഓഫ് 0.04 ഇവിടെ 2 ഡെസിമലിനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എഴുതുമ്പോൾ ഒരു ഡെസിമലിന് എഴുതണം. നമ്പർ ഏതാണ്, 4 ആണ്. റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ 0.2. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, 1.3 ഇൻറ്റു 0.1 ഇൻറ്റു 0.2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, ഓരോ നമ്പറിൽ എത്ര പ്ലേസ് വീതമാണ് ഉള്ളത്, ഡെസിമൽ കഴിഞ്ഞ് ഓരോന്നിൽ ഓരോ പ്ലേസിനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ 3 ഡെസിമലിനായിരിക്കണം. അപ്പോൾ ഒന്നാമത്തതിൽ ഒരു ഡെസിമൽ, രണ്ടാമത്തതിൽ ഒരു ഡെസിമലുണ്ട്, മൂന്നാമത്തിൽ ഒരു ഡെസിമലുണ്ട്. അപ്പോൾ ഫുൾ ആൻസർ ചെയ്യുമ്പോൾ എത്ര ഡെസിമൽ കാണണം, 3 ഡെസിമൽ കാണണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യം നമുക്ക് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 13 ഇൻറ്റു 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 26 ആണ്. അപ്പോൾ 26 എന്നല്ല എഴുതേണ്ടത്, 3 ഡെസിമലിന് എഴുതണ്ടേ. അപ്പോൾ എന്തെഴുതാം, 0.026 എന്നാണ് ആൻസർ എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് 0.0196 ഡിവൈഡഡ് ബൈ 0.04ൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് റൂട്ട് വെച്ച് ചെയ്യാം. സെപ്പറേറ്റ് റൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 0.0196ൻ്റെ വാല്യൂ എത്ര വരും, അതായത് ഇവിടെ 4 ഡെസിമലാണ്. അപ്പോൾ ആൻസർ കിട്ടുമ്പോൾ റൂട്ട് എടുക്കുമ്പോൾ 2 ഡെസിമലായിരിക്കണം വരേണ്ടത്. അപ്പോൾ വാല്യൂ എത്രയാണ്, 196. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 196 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 14 ആണ്. അതായത് 14ൻ്റെ സ്ക്വയർ ആണ് 196. അപ്പോൾ നമ്മൾ 14 എന്നാണോ എഴുതേണ്ടത്, 2 ഡെസിമലിൽ എഴുതണ്ടേ, 0.14 എന്ന് എഴുതണം. ഇനി അടുത്ത നമ്പരോ റൂട്ട് ഓഫ് 0.04 ആണ്. അത് നേരത്തെ ചെയ്തിരുന്നു, ആൻസർ 0.2 ആണ്. ഇനി ഇത് രണ്ടും കൂടെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ, 0.14 ഡിവൈഡഡ് ബൈ 0.2 എന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡെസിമൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡെസിമൽ അങ്ങ് മാറ്റാം. അപ്പോൾ മുകളിൽ 2 ഡെസിമലും താഴെ ഒരു ഡെസിമലും ഉള്ളത്. അപ്പോൾ ഡെസിമൽ മാറ്റണമെന്നുണ്ടെങ്കിൽ 2 ഡെസിമൽ കൂടുതലുണ്ടായതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്, കൂടുതലായിട്ടുള്ളത് 2 ഡെസിമൽ. അതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, 14/20 എന്ന് വരും. ഇനി അതിനെ ഒന്ന് വെട്ടി ചെറുതാക്കുമ്പോൾ 7/10 എന്ന് കിട്ടും. ഇനി 7/10 എങ്ങനെ മാറ്റാം, 0.7 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എന്താണ്, 0.7 ആണ് ആൻസർ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൂട്ട് ഓഫ് 1296 ഈക്വൽസ് 36 ആയാൽ റൂട്ട് ഓഫ് 12.96 പ്ലസ് റൂട്ട് ഓഫ് 0.1296 പ്ലസ് റൂട്ട് ഓഫ് 0.001296 എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, പക്ഷേ ഈ ഡെസിമൽ ചേർത്ത് വരുമ്പോൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് റൂട്ട് ഓഫ് 1296 ആണ് 36. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 12.96 എന്താണ്, അതായത് ഇവിടെ 2 ഡെസിമൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസറിൽ ഒരു ഡെസിമലല്ലേ കൊടുക്കേണ്ടത്, അപ്പോൾ 3.6 ആകും. അടുത്തതോ റൂട്ട് ഓഫ് 0.1296, അതായത് ഡെസിമൽ കഴിഞ്ഞ് 4 പ്ലേസ്. അപ്പോൾ ആൻസറിൽ 2 പ്ലേസ് അല്ലേ വേണ്ടത്, അപ്പോൾ 0.36 ആകും. ഇനി അടുത്തത് റൂട്ട് ഓഫ് 0.001296, അവിടെ 6 ഡെസിമൽ ഉണ്ട്. അപ്പോൾ ആൻസറിൽ 3 ഡെസിമൽ, അപ്പോൾ 0.036 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ, 3.6 പ്ലസ് 0.36 പ്ലസ് 0.036. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആഡ് ചെയ്യുക, ഡെസിമൽ എല്ലാം ഒരേ ഓർഡറിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3.996 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 0.001 സ്ക്വയർ എത്ര. നമ്മൾ ഇപ്പം കുറേ ചെയ്തത് എന്താണ്, റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്നതായിരുന്നു ഡെസിമലിൻ്റെ. അപ്പോൾ വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എത്ര ഡെസിമൽ ഉണ്ട് അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഇവിടെ എന്താ, സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. അതായത് വർഗ്ഗം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എത്ര ഡെസിമൽ ഉണ്ട് അതിൻ്റെ ഇരട്ടി ഡെസിമലായിരിക്കണം വേണ്ടത്. ഇവിടെ എത്ര ഡെസിമലാ, 3 ഡെസിമൽ, അതായത് 0.001.
അപ്പോൾ അതിൻ്റെ സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഡെസിമൽ ചോദിച്ചാൽ സ്ക്വയർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വർഗ്ഗം എടുക്കുമ്പോൾ 6 ഡെസിമൽ പോയിന്റ് വേണം. അപ്പോൾ ഇനി നമ്പർ ഏതാ? 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 0.000001 എന്ന് എഴുതണം. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 5 സീറോയും ഇടണം, പിന്നെ 1ഉം കൂടെ ചെയ്യും. അപ്പോഴല്ലേ 6 ഡെസിമൽ പ്ലേസസ് ആകുന്നത്. അപ്പോൾ ഓർക്കുക, വർഗ്ഗം എടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര ഡെസിമൽ ഉണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് വേണ്ടത് ഡെസിമൽ. അപ്പോൾ ഇവിടെ 3 ഡെസിമലാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 6 ഡെസിമൽ പ്ലേസസ് ആണ് വേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ഓഫ് 15625ൻ്റെ വാല്യൂ ആണ് 125 എങ്കിൽ റൂട്ട് ഓഫ് 156.25 പ്ലസ് റൂട്ട് ഓഫ് 1.5625 പ്ലസ് റൂട്ട് ഓഫ് 0.01565 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡെസിമൽ പോയിന്റ് നോക്കിയാൽ മതി. അതായത് ആദ്യം എന്താ, റൂട്ട് ഓഫ് 156.25ൻ്റെ വാല്യൂ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ആണ്. അപ്പോൾ ആൻസറിൽ ഒരു പ്ലേസ് കൊടുത്താൽ പോരെ. അപ്പോൾ 12.5 എന്ന് എഴുതാം. അടുത്തതോ റൂട്ട് ഓഫ് 1.5625 ഇവിടെ 4 ഡെസിമലാണ്. അപ്പോൾ ആൻസറിൽ 2 ഡെസിമൽ വേണം. 1.25 എന്ന് എഴുതാം. ഇനി അടുത്തതോ റൂട്ട് ഓഫ് 0.01565 ഇവിടെ 6 ഡെസിമലാണ്. ആൻസർ 3 ഡെസിമൽ. അപ്പോൾ 0.125 എന്ന് എഴുതാം. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 12.5 പ്ലസ് 1.25 പ്ലസ് 0.125 എത്ര കിട്ടും? 13.875 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതേ റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഡെസിമലൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരുന്നത്. അപ്പോൾ കേരള PSC പ്രിലിമിനറി എക്സാം സിലബസിൽ വർഗ്ഗമൂലം എന്നൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കണമെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് കൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇക്വേഷൻസും പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.